നിങ്ങൾ ഇതുവരെ ഈ ഫേസ് പാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഫേസ് പാക്കാണ് കേട്ടോ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോണത്. സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആക്കാനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറ്റാനും നമ്മുടെ സ്കിന്നിൻ്റെ ടാനൊക്കെ പെട്ടെന്ന് കളയാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ നമ്മളിന്ന് ട്രൈ ചെയ്യണത്. അതിന് 2 സ്റ്റെപ്സാണ് നമ്മളിന്ന് ചെയ്യണത്. ഭയങ്കര അടിപൊളിയാണ്, നമ്മുടെ ആൻറ്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കോഫി പൗഡറിൻ്റെ കൂടെ നമ്മൾ ചേർത്തിരിക്കുന്നത് ഷുഗറാണ്, പഞ്ചസാര. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോണത് നമ്മൾ കുറച്ച് തേൻ ആഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിന്നൊക്കെ നല്ല മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്, പാടുകൾ മാറാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്യണത് തൈരാണ്. എന്നിട്ട് നമ്മൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഈ മാസ്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരു തവണ പോലും ഈ മാസ്ക് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകമായിട്ട് പറയാം, നമ്മൾ ഏത് പാക്ക് ഇട്ടാലും ഭയങ്കരമായിട്ട് അങ്ങ് വെളുക്കും, ഇന്നിട്ടിട്ട് നാളെ ഭയങ്കരമായിട്ട് വെളുക്കും, അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ സ്കിന്ന് ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഒരു സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യും, ഒരു സ്റ്റേജ് ഇമ്പ്രൂവ് ചെയ്യും. അതായത് നമുക്ക് ടാനൊക്കെ അടിച്ചിരിക്കും, നമ്മൾ സ്കിന്ന് കെയർ ചെയ്യാതിരിക്കും. അപ്പോൾ നമ്മൾ സ്ക്രബിങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ആവും, പിന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറും. അങ്ങനെ നമ്മുടെ സ്കിന്നൊന്ന് ഹെൽത്തി ആയിട്ട് വെക്കുക, ഫ്രഷ് ലുക്കായിട്ട് വെക്കുക. ടാൻ മാറുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് ഗ്ലോ വരും കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കും. എൻ്റെതെന്ന് പറയുന്നത് ഒരു മീഡിയം സ്കിൻ ടോൺ ആണ്, അത് ഭയങ്കര വെളുപ്പല്ല. നിങ്ങളുടെ ഈ ഫോണിൽ കാണുമ്പോൾ എനിക്കൊന്ന് ചിലപ്പോൾ ഭയങ്കരമായിട്ട് വെളുത്തതുപോലെ തോന്നുമായിരിക്കും. അത് നമ്മൾ ലൈറ്റ് വയ്ക്കും, ലൈറ്റ് വെച്ചില്ലെങ്കിൽ ഗ്രേസ് ഒക്കെ വരും കേട്ടോ. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം ലൈറ്റ് വെച്ചാൽ കൂടി ഗ്രേസ് വരും, അപ്പോൾ വച്ചില്ലെങ്കിൽ യൂസ് ചെയ്തില്ലെങ്കിൽ ഗ്രേസ് വരും, പിന്നെ ക്ലിയർ ആവത്തില്ല. ഞാൻ മിക്കവാറും രാത്രിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആവത്തില്ല. അപ്പോൾ നമുക്ക് ലൈറ്റ്സ് യൂസ് ചെയ്താലേ പറ്റുള്ളൂ. ഞാനൊരു മീഡിയം സ്കിൻ ടോണാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ സ്കിന്ന് ഭയങ്കര വെളുപ്പല്ല, പക്ഷെ നമുക്ക് നല്ലൊരു ഫ്രഷ് ലുക്ക്, നമ്മൾ ടാനൊക്കെ മാറി ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ മാറി നല്ലൊരു ലുക്ക് തരും കേട്ടോ. സത്യമാണ്, നമ്മുടെ ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ടോണറും മാത്രം അപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇതും കൂടി ചെയ്താൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, നമ്മുടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിലും ഒക്കെ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ ഷുഗറല്ലേ ആഡ് ചെയ്തിരിക്കുന്നത്, അത് നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഷുഗർ. പിന്നെ തൈര്, ഇതൊക്കെ ഒരു മൈൽഡ് എക്സ്ഫോലിയേറ്റേഴ്സ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് വെയിലത്ത് പോയിട്ട് വരുമ്പോൾ നമ്മൾ സ്കിന്നിൽ തൈരൊക്കെ അപ്ലൈ ചെയ്താൽ നല്ലതെന്ന് പറയുന്നതിന് കാരണം. അപ്പം ഞാൻ നമ്മുടെ കയ്യിലും കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മാസ്ക് ഇങ്ങനെ തന്നെ ലീവ് ചെയ്യാം, എന്നിട്ടൊരു ഉണങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇത് കഴുകി കളയാവുന്നതാണ്. പക്ഷേ ഞാനിത് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യണത്. മാസത്തിൽ ഒരു തവണയൊക്കെ ഞാൻ ചിലപ്പം ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഒരു ഗ്ലോയൊക്കെ വരും, നല്ലൊരു ഗ്ലോയും നല്ലൊരു ഫ്രഷ് ലുക്കും ആവും കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമുക്കൊരു മാസ്ക് പ്രിപ്പയർ ചെയ്യണം, ഫേസ് മാസ്ക്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് ലീവ് ചെയ്തിട്ട് കഴുകി കളയാൻ മാത്രം മതി കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഫേസ് മാസ്കാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കോഫി പൗഡർ, ഹണി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മുട്ടയുടെ വെള്ളം, ഞാൻ കുറച്ച് കൂടിപ്പോയി കേട്ടോ ഒഴിച്ചപ്പോൾ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തൈര് വേണം. നിങ്ങൾക്ക് തൈരിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പാൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തൈരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമെന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾ ചേർക്കാം, കസ്തൂരി മഞ്ഞൾ. ഞാനിതൊന്നും ചേർക്കണില്ല. എന്നിട്ട് നമുക്ക് നല്ല ഒരു മാസ്ക് പോലെ ഇതിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മസാജും ഈ സമയത്ത് കൊടുക്കാമെന്നാണ്. നമ്മൾ ഇടയ്ക്ക് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്കിന്ന് നല്ല ഈവൻ ടോണായിട്ടിരിക്കാനെല്ലാം ഹെൽപ്പ് ചെയ്യും നമ്മുടെ നാച്ചുറൽ റെമഡീസ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മുടെ സ്കിൻ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. പിന്നെ നിങ്ങൾ ഫേസ് മാസ്ക് ഇടുന്നതിന് മുന്നേ എന്തായാലും ഫേസ് ഒന്ന് വാഷ് ചെയ്തിരിക്കണം. പിന്നെ വേറൊരു മെയിൻ കാര്യം ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, പാച്ച് ടെസ്റ്റ് ചെയ്തേക്കണം. ആർക്കെങ്കിലും ഇറിറ്റേഷൻസോ സ്കിൻ അലർജീസൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു പ്രശ്നം ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും ഇത് നല്ലൊരു പാക്കായിരിക്കും. പിന്നെ കോഫി അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്. മുട്ട നല്ലതാണ്, നമ്മുടെ സ്കിന്നൊന്ന് ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കോഫി വിത്ത് മുട്ട. അത് ഭയങ്കര പോപ്പുലർ ആണല്ലേ. അപ്പം അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ടാണ് നമ്മൾ ചില മാസ്കുകൾ വീണ്ടും നമ്മൾ അത് തന്നെ ട്രൈ ചെയ്യണം, കാരണം അത്രയ്ക്കും അടിപൊളിയാണ്. ഞാനിത് മാസത്തിൽ ഒരു തവണയെങ്കിലും ചില സമയത്ത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്കും കാണിച്ചു തരാറുള്ളത്. ചില സമയത്ത് മടിയും വരാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റുമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ മാസ്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഉണങ്ങിയെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമല്ലോ, ഒന്ന് ഇറുകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ തന്നെ അങ്ങ് വാഷ് ചെയ്യാം. കാരണം മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ
അനങ്ങയോ ഫേസ് കൊണ്ട് എന്തെങ്കിലും മൂവ്മെൻറ്റ് കാണിക്കുകയോ ചിരിക്കുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ റിങ്കിൾസും ഫൈൻ ലൈൻസൊക്കെ വരും. മുട്ട ഇടുന്നത് തന്നെ നമ്മുടെ റിങ്കിൾസും ഫൈൻ ലൈൻസും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ആൻറ്റി ഏജിങ് ഫേസ് മാസ്ക് എന്ന് പറയണത്. അപ്പം മുട്ട ഇട്ടിട്ട് പിന്നെ നിങ്ങൾ ചിരിക്കുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ പിന്നെ റിങ്കിൾസൊക്കെ വരും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇറുകി ഉണങ്ങിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്യാം. സാധാ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. ഫേസ് വാഷൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം നമ്മൾ കോഫിയും ഇതൊക്കെയാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് പൊക്കോളും. വെറുതെ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് വാട്ടർ എടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. എന്നിട്ട് പിന്നെ വാഷ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. പിന്നെ അടുത്തൊരു ബെൽ ബട്ടണും ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നല്ല കുർത്ത വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി കുർത്താസാണ് കേട്ടോ. എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സീരിയസ്ലി ഞാനത് വാഷ് ചെയ്ത് കുറേ തവണ ഉപയോഗിച്ചു, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് യൂസിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച കുർത്താസാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങും കേട്ടോ. വാഷ് ചെയ്തിട്ട് വന്നിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് തോന്നിയത്. ഇനി നമുക്കൊരു ടോണർ ഇടാം. ഈ ടോണർ അടിപൊളിയാണ്. നിങ്ങൾക്ക് ടോണറിൻ്റെ വീഡിയോ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനത് ചെയ്യാവേ. അങ്ങനെ ഞാൻ ടോണർ ഇട്ടു. നല്ല ടോണറാണ്. എൻ്റെതൊരു സ്കിൻ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിന്നാണ്. അതായത് എല്ലാ പ്രോഡക്ട്സൊന്നും എനിക്ക് അങ്ങനെ ശരിയാവത്തില്ല. അപ്പോൾ ഇതെനിക്ക് നല്ലതായിട്ട് വർക്കായതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മളിനി ഒരു 2 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് നമുക്കിനി മോയ്സ്ചറൈസർ ഇടാം. നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. കണ്ടു നോക്കൂ. നല്ല എൻ്റെ പേഴ്സണൽ യൂസിന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യാം കേട്ടോ. നല്ല മോയ്സ്ചറൈസറാണ്. പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് മാത്രമേ ഏത് പ്രോഡക്റ്റും ആര് പറഞ്ഞാലും ഫേസ് മാസ്ക് ആണെങ്കിലും നാച്ചുറൽ റെമഡീസ് ആണെങ്കിലും സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണെങ്കിലും നമ്മൾ ഇടാൻ പാടുള്ളൂ കേട്ടോ. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, നല്ല പ്രോഡക്റ്റ് ആണെന്ന് തോന്നണമെങ്കിൽ മാത്രം വാങ്ങുക കേട്ടോ. അങ്ങനെ നമ്മൾ മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യാനുണ്ട്. നല്ല മോയ്സ്ചറൈസറാണ് ഇത്. സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഓൾ സ്കിൻ ടൈപ്പിനുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് നന്നായിട്ട് വർക്കായി. നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് കണ്ടൻറ്റ് നമ്മുടെ ഫേസിലുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ ഇട്ടു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ടേക്ക് കെയർ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാമല്ലേ. ബൈ.